ഹലോ, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. +2 ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. Hello dears, welcome again. Children, we were dealing with a very important topic, right? The previous class. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയിലേക്ക് കടക്കുകയാണ്. Do you remember? Can you tell me what is the topic? Importance of learning in empowering women. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്താണ് നമ്മുടെ ടോപ്പിക് എന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ഇൻ എംപവറിംഗ് വുമൺ. സ്ത്രീകളെ ശാക്തീകരിക്കുന്ന വിഷയത്തിൽ ലേണിങ്ങിൻ്റെ പവർ എന്താണ് എന്നതാണ്. I have given you an assignment in the previous class, right? Hope you all have attempted the assignment. Hope you all have submitted the assignment to your teachers. Yes? Very good. Now, what was the... കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു. ആ അസൈൻമെൻറ്റൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് കാണിക്കുകയും അതിൻ്റെ ഫീഡ്ബാക്ക് വാങ്ങുകയും ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരി. The assignment that I have given you? Yes. If you educate a boy... എന്തായിരുന്നു നിങ്ങൾക്ക് ഞാൻ തന്ന അസൈൻമെൻറ്റ്? നിങ്ങൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ, ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളൊരു മനുഷ്യനെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു വില്ലേജിനെയാണ് പഠിപ്പിക്കുന്നത്, സന്നദ്ധമാക്കുന്നത്. ഇതിനോട് നിങ്ങൾ അംഗീകരിക്കുന്നുവോ? നിങ്ങളുടെ കമൻസുകൾ ക്ലാസ് റൂമിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനും ടീച്ചറുമായി സംവദിക്കുവാനുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റ്. അത് നിങ്ങൾ ചെയ്തു കാണുമെന്ന് തോന്നുന്നു. You train a man. If you educate a girl, you train a village. Do you agree to this statement? Post your comments in your class WhatsApp group and have a discussion with your teacher. This was the assignment. Am I right, yes? I'm so happy that you have posted your comments in your WhatsApp group. These are the various comments posted by many of your friends. We'll have a quick look on this. കുറേ പേർ അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ചിലത് മാത്രം ഞാനിവിടെ പ്രദർശിപ്പിക്കുകയാണ്. A big round of applause to each one of you dears. Very good. Keep it up. Here's another one. A cartoon drawn by Abhiram V.S. This is actually a divergent thinking, right? Yes? He has drawn his comment on how learning can empower women in the form of a cartoon. Isn't it good? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, വളരെ വ്യത്യസ്തമായി അഭിരാം എന്ന കുട്ടി അയച്ച ഒരു കാർട്ടൂണാണ് വളരെ പ്രധാനപ്പെട്ട സംഗതികൾ. എങ്ങനെയാണ് ഒരു ലേണിംഗ് ഒരു സ്ത്രീയെ എന്താക്കുന്നത്, ശാക്തീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു കാർട്ടൂൺ. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് എന്നതാണ്. Very good. Hats off to you, Abhiram. Very good. Keep up the job. Now, we are so happy that you are responding positively to our classes. Thank you so much, children. Keep on writing like this and do post your comments in your class WhatsApp group and have a discussion with your teacher also. അപ്പോൾ നിങ്ങളുടെ ഈ പോസിറ്റീവായ മനോഭാവത്തിന്, അനുകൂലമായ മനോഭാവത്തിനെ ഞാൻ വളരെയധികം സന്തോഷത്തോടെ കാണുന്നു. ഇനിയും നിങ്ങൾ ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യണമെന്നതാണ് നമ്മുടെ ആവശ്യം. So, children, you have understood that why learning is this much
important. So, we have climbed up the first step. Which is the next step? We'll watch a video and come back. Okay? അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് കടക്കാവുന്നതാണ്. Kudumbashree, which means prosperity of the family, is the name of the women-oriented, community-based state poverty eradication mission of Government of Kerala. The mission aims at the empowerment of women. കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്ന കേരള ഗവൺമെൻറ് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഇത്. ഇതിലൂടെ ദാരിദ്ര്യമില്ലായ്മ ചെയ്യുക എന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. Through forming self-help groups and encouraging their entrepreneurial or other wide range of activities. I'm quite sure that സ്വന്തമായ കൃഷിരീതികളും അതുപോലുള്ള മറ്റു പ്രവർത്തനങ്ങളുമാണ് ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. you are familiar with these women which you have seen in the video. Are this group of women familiar to you? Of course, yes, right? Yes. You might have. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾ വളരെ പരിചിതമാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് വളരെയധികം പരിചയമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. Seen them in your own locality. Do you think they serve the society in any way? Yes. The video, you have seen them getting engaged in many kinds of jobs, right? ഇതൊക്കെ നിങ്ങളുടെ നാടുകളിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള സ്ത്രീകളാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് അവരുടെ വ്യത്യസ്ത കഴിവുകൾ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറയും ചില ജോബ്സ് പുരുഷന് മാത്രം റിസർവ്ഡ് ആണെന്നല്ലേ, അല്ലെങ്കിൽ വിമൻ cannot do such kind of jobs. But is that the condition now? No. Women can do any kind of jobs. That's what you have watched. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചില ജോലികൾ ആർക്ക് മാത്രമേ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ മാറിയിട്ടുണ്ടോ? ഇപ്പോൾ മാറിയിട്ടുണ്ട്, തീർച്ചയായും മാറിയിട്ടുണ്ട് എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത്. In this video also. Now tell me, what do they get from these jobs? Of course, money, right? Yes. നിങ്ങൾ പറയൂ, ഇതിൽ നിന്ന് അവർക്ക് എന്താണ് ലഭിക്കുന്നത്? യെസ്, തീർച്ചയായും കാശാണ് ലഭിക്കുന്നത്. But is it only money? No. Yes, then? Right. They get self-respect and they get ഇത് വെറും കാശ് മാത്രമാണോ? അല്ല, അവർക്കൊരു ആത്മാഭിമാനം കൂടി ഇത് നൽകുന്നുണ്ട്. respect from the society, they get respect from their family, and of course, they have a self-respect too. അവർക്ക് ആത്മാഭിമാനം നൽകുന്നുണ്ട്, അവരുടെ സമൂഹം അവർക്ക് ബഹുമാനം നൽകുന്നുണ്ട്, അവരുടെ കുടുംബം അവർക്ക് ബഹുമാനം നൽകുന്നുണ്ട്. ഇതാണ് ഇതിലൂടെ അവർ നേടിയെടുക്കുന്നത്. Then, what else they receive, or what else they get when they are engaged in such kind of jobs? They get a confidence, right? Yes. Then, come on, tell me. Anything else? ഇത് കൂടാതെ അവർക്ക് എന്താണ്, വേറെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഉണ്ട്, അതെ, ആത്മവിശ്വാസവും കൂടി ലഭിക്കുന്നുണ്ട്. Very good. They become an earning member of their family. അതുമാത്രമല്ല,
അവർ അവരുടെ കുടുംബത്തിലെ ഏണിംഗ് മെമ്പറാണ്. ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായി മാറുകയാണ്. Right, they can support their family. അച്ഛൻ മാത്രം സമ്പാദിച്ചു കൊണ്ടുവരുന്നതിനേക്കാളും അമ്മയും കൂടി അതിനകത്തൊരു ഏണിംഗ് മെമ്പർ ആവുമ്പോൾ see how the family has changed. Then they become self-reliant. അപ്പോൾ അവർ കുടുംബത്തിനൊരു അത്താണിയാവുകയാണ്. അച്ഛൻ മാത്രമല്ല, അമ്മയും കൂടി അത്താണിയാവുകയാണ് എന്നതാണ് അതിലൂടെ ലഭിക്കുന്ന ഒരു സംഗതി. Also, isn't it? They can stand on their own legs. They can raise their opinion. മാത്രമല്ല, അവർ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവും കൂടി അതിലൂടെ നേടിയെടുക്കുന്നു. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം ലഭിക്കുന്നു. Wherever necessary. So that is what Christine Lagarde also points out in the next paragraph. About what? അത് തന്നെയാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് അദ്ദേഹത്തിൻ്റെ അടുത്ത പാരഗ്രാഫിൽ അവരുടെ അടുത്ത പാരഗ്രാഫിൽ സൂചിപ്പിക്കുന്നതും അതാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവും അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടുന്ന അവസ്ഥയുമൊക്കെ. Yes, about how labor can empower women. Why we should provide job opportunities to women. So shall we read that paragraph together? Yes, come on, let's read. If learning is just the first step, അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസത്തോടുകൂടെ എന്തും കൂടി കൊടുക്കണം, ജോലിയും കൂടി നൽകണം എന്നാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറയുന്നത്. ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ലേണിംഗ് ആദ്യത്തെ സ്റ്റെപ്പാണെങ്കിൽ ലേബർ ഈസ് ദ സെക്കൻഡ്. ജോലി എന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വുമൺ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ഒരു സ്ത്രീക്ക് ജോലി ലഭിച്ചാൽ അവളുടെ യഥാർത്ഥ കഴിവുകൾ എത്തിപ്പെടാനും അത് വികസിപ്പിക്കാനും അവൾക്ക് കഴിയുന്നു. ബട്ട് അറ്റ് പ്രസൻറ്റ് വെൻ വുമൺ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്ക് ഫോഴ്സ്, പക്ഷേ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അവരുടെ വർക്ക് ഫോഴ്സിൽ പ്രവർത്തിക്കുമ്പോൾ they too often tend to get stuck in low paying. പക്ഷേ അവർക്ക് പലപ്പോഴും ലഭിക്കുന്നത് വളരെ കുറഞ്ഞ വേതനമാണ്. ലോ സ്റ്റാറ്റസ്, വളരെ കുറഞ്ഞ സ്ഥാനമാണ് അവർക്ക് ലഭിക്കുന്നത്. ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്, അവർക്ക് വളരെ ജോലി സുരക്ഷ വളരെ കുറവാണ്. ഗ്ലോബലി വുമൺ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ. പുരുഷൻ നേടുന്നതിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ 1/3 മാത്രമാണ് ഏൺ ചെയ്യുന്നത്. ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഒക്കുപ്പേഷൻ. ഒരേ സ്ഥാനത്തുള്ള ജോലിയും ഒരേ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ഒരു പെണ്ണിന് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത് 1/3 മാത്രമാണ്. Surely one of our most basic norms should be equal pay for equal job. അപ്പോൾ നമ്മളുടെ അടിസ്ഥാനപരമായ നിയമങ്ങളിൽ ഒന്നായി മാറേണ്ടതാണ് ഈക്വൽ പണിക്ക്, ഒരേപോലുള്ള പണിക്ക് ഒരേപോലുള്ള വേതനം എന്നത്. Is the second. Labor facilitates women to flourish and achieve their true potential. But at present, when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. Globally, women earn only 3/4 as much as men, even with the same level of education and in the same occupation. Surely, one Recent research show that eliminating gender gaps in economic participation can bring an increase in per capita income. അപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ഗവേഷണങ്ങളൊക്കെ കാണിക്കുന്നത് ജെൻഡർ ഗ്യാപ്സ്, ലൈംഗിക വ്യത്യാസങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എക്കണോമിക് പാർട്ടിസിപ്പേഷനിൽ, സാമ്പത്തികമായ പ്രതിനിധാനത്തിൽ
ലൈംഗിക അസമത്വം ഇല്ലാതാക്കിയാൽ നമുക്ക് ആളോഹരി വരുമാനത്തിൽ വളരെയധികം ഉയർച്ച ലഭിക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് വി ക്യാൻ അൺഡൗട്ടബിളി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വുമൺ ഇൻ ദ വർക്ക് പ്ലേസ്. അപ്പോൾ ജോലിസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് നമുക്ക് കൂടുതൽ അവസരങ്ങൾ നമുക്ക് നൽകാൻ പറ്റും. One of our most basic norms should be equal pay or equal work. Recent researches show that eliminating gender gaps in economic participation can bring an increase in per capita income. We can undoubtedly promote more opportunity for women in the workplace. It is all about changing laws. For example, by ensuring that property and inheritance laws do not discriminate against women. It also means policies that encourage education and health care. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. അപ്പോൾ ഇത് നമ്മുടെ നിയമങ്ങൾ മാറ്റേണ്ടതാണ്. ഉദാഹരണത്തിന് നമ്മുടെ പ്രോപ്പർട്ടിയുടെയും ഇൻഹെറിറ്റൻസിൻ്റെയും നിയമങ്ങൾ മാറ്റണം. സ്വത്തവകാശത്തിൻ്റെയും അതുപോലെ അനന്തരാവകാശത്തിൻ്റെയും നിയമങ്ങൾ ഒരിക്കലും സ്ത്രീകൾക്ക് എന്താകാൻ പാടില്ല, ചൂഷണാത്മകമാകാൻ പാടില്ല, വിവേചനം കാണിക്കുന്നതാകാൻ പാടില്ല. ഇറ്റ് ആൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഇത് വീണ്ടും അർത്ഥമാക്കുന്നത് വിദ്യാഭ്യാസത്തെയും അതുപോലെ ശാരീരികമായ ആരോഗ്യത്തെയും ഉണർത്തുന്ന രീതിയിലുള്ള പദ്ധതികളാവണം നമ്മൾ നടപ്പിലാക്കേണ്ടത്. അതിലപ്പുറം we need to provide greater access to credit so that women can achieve greater economic independence. നമ്മൾ കൂടുതൽ ലാഭങ്ങൾക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തികമായ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം ലഭിക്കാൻ കഴിയും. So, learning and labor are key factors. Now come on dears, tell me. അതുകൊണ്ട് തന്നെ ലേണിങ്ങും ലേബറും വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് എന്നതാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. What is the point that Christine Lagarde states here? What is the benefit if you give labor to a woman? How can she be empowered? Come on, read it once again and find the answer. Yes, very good. She can flourish. അപ്പോൾ എന്താണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട സംഭവം? അപ്പോൾ സ്ത്രീകൾക്ക് ലേബർ ലഭിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദർ ട്രൂ പൊട്ടൻഷ്യൽ, അവളുടെ യഥാർത്ഥ കഴിവുകളും നേടിയെടുക്കാനും അതുപോലെ അത് വികസിപ്പിക്കാനുമുള്ള ചാൻസ് ലഭിക്കുന്നു എന്നതാണ്. And achieve her true potential. Of course, every woman has got a potential of her own, or every woman has got an ability or skill of her own. Only thing is that she needs a platform to exhibit her talents or her skills. അപ്പോൾ അവർക്ക് സ്ത്രീകൾക്ക് വളരെയധികം പൊട്ടൻഷ്യൽ, അവർക്ക് കഴിവുകളുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചതാണ്. പക്ഷേ അതിന് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം, ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്.